കൂട്ടുകാർക്ക് സ്റ്റഡി ഹിന്ദി വിത്ത് കൃഷിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിലൂടെ ലോക് ബാബുവിൻ്റെ വൈറ്റ് ക്യാപ്പ് എന്ന കഹാനിയുടെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ചോദ്യോത്തരങ്ങൾ പരിചയപ്പെടുന്നതിന് മുന്നേ കഥ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പട്ടണത്തിൽ പണിയെടുക്കുന്ന ഒരു തൊഴിലാളി കുടുംബത്തിലെ അംഗമാണ് കേശവ്. 3ാം ക്ലാസ് പഠനം കഴിഞ്ഞ് ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്ക് വരുന്നു. അവിടെ അവൻ ക്രിക്കറ്റ് കളിക്കുന്ന കുട്ടികളെ കാണുന്നു. എന്നാൽ കുട്ടികൾ അവനെ കളിയിൽ നിന്നും ഒഴിവാക്കുന്നു. എങ്കിലും ഇടയ്ക്ക് കളിക്കുവാനുള്ള അവസരവും കിട്ടുന്നു. ഒരു ദിവസം കളിക്കിടയിൽ പന്തെടുക്കാൻ നിർമ്മാണത്തിലിരുന്ന ഒരു കെട്ടിടത്തിൽ കയറവേ വീണ് മുറിവേൽക്കുന്നു. എന്നാൽ മറ്റു കുട്ടികൾ ഇതൊന്നും അറിയാതെ കളി തുടർന്നു. ഇതിനിടയിൽ വീട്ടുകാർ അവനെ ആശുപത്രിയിൽ എത്തിക്കുന്നു. ഇതറിഞ്ഞ് കുട്ടികൾക്ക് കേശവിനോടുള്ള മനോഭാവത്തിൽ മാറ്റം വരുന്നു. ആശുപത്രിയിൽ നിന്ന് മടങ്ങി വരുന്ന കേശവിനെ കുട്ടികൾ അവരുടെ ക്രിക്കറ്റ് സാധനങ്ങൾ നൽകി സ്വീകരിക്കുന്നു. ഇതാണ് കഥയുടെ ചുരുക്കം. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പോകാം. ആദ്യ ചോദ്യം ഇങ്ങനെയാണ്: എഹാം ഷഹർ കെ വികാസ്, ഷഹറിൻ്റെ വികാസവും അവർ മസ്ദൂരും കി ജീവൻ കെ ബീച്ച്, തൊഴിലാളിയുടെ ജീവിതത്തിനിടയിലുള്ള കോൺസി സ്ഥിതി, എന്ത് അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ ദിഖായി ദേത്തി ഹേ എന്നുള്ളതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആൻസറിലേക്ക് പോകാം. ഷഹർ കാ വികാസ്, നഗര വികസനവും, അക്സർ മസ്ദൂരോം കെ ജീവൻ കോ, മിക്കപ്പോഴും മസ്ദൂറുകളുടെ ജീവിതത്തെ, നകാരാത്മക രൂപസെ പ്രഭാവിത കർത്തായ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഷഹർ കാ വികാസ്, പട്ടണത്തിൻ്റെ നഗരവികസനം, മസ്ദൂരോം കെ ലിയെ ശോഷൺ, തൊഴിലാളികൾക്ക് ചൂഷണത്തിൻ്റെയും ഗരീബി ദാരിദ്ര്യത്തിൻ്റെയും ഓർ സാമാജിക അസമാനതക്കോ, സാമൂഹ്യപരമായ അസമത്വത്തെയുമാണ് ബിഡാത്താഹെ വർദ്ധിപ്പിക്കുന്നത്. ഇനി അടുത്തതായി രണ്ടാമത്തെ ചോദ്യം: എഹാം കേശവ് കെ വ്യക്തിത്വത്തിൻ്റെ ക്യാക്കി വിശേഷത, എന്തൊക്കെ സവിശേഷതകളാണ് ഉഫർ ആത്തി ഹെ, ഉയർന്നു വരുന്നത്? കേശവിൻ്റെ സ്വഭാവ സവിശേഷതകളാണ്. അപ്പോൾ നോക്കാം. കേശവ് ഏക്ക് ജിജ്ഞാസു, കേശവ് ഒരു ജിജ്ഞാസുവും, രചനാത്മക സർഗാത്മകനും, ഔർ സംവേദനശീലമുള്ളവനും, കൊടുക്കൽ വാങ്ങലുള്ളവനുമൊക്കെയായുള്ള ഒരു ബാലക്, ഒരു കുട്ടിയാണ്. വഹ് അപ്പനെ കാമേം കുശല്, അവൻ തൻ്റെ ജോലിയിൽ കുശലനും സമർത്ഥനും, ഔർ സമർപ്പിത് ഹെ, അർപ്പണ മനോഭാവമുള്ളവനുമാണ്. ഔർ ഉസ്മേം സീഖ്നെ കി തീവ്ര ഇച്ഛാ ഭി ഹെ, അവന് പഠിക്കാൻ ശക്തമായ നല്ല ആഗ്രഹവും ഉണ്ട്. അതാണ് വ്യക്തിത്വത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ഗുല്ലു കോ ഖേൽനെ ന ഭേജ്നെ കെ, ഗുല്ലുവിനെ കളിക്കാൻ അയക്കില്ല എന്ന ഗർവാലകളുടെ തീരുമാനത്തിൽ ആപ്കാ വിചാർ, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ: ഗുല്ലു കോ ഖേൽനെ ന ഭേജ്നെ കെ ഗർവാലോം കെ ഇരാദ പർ, ആ തീരുമാനത്തിൽ, കളിക്കാൻ അയക്കില്ല എന്നുള്ള തീരുമാനത്തിൽ, മേരാ വിചാർ ഹേ, എൻ്റെ അഭിപ്രായമാണ് കി എന്നാൽ വഹ് ഇരാദ, ആ തീരുമാനം, ഗുല്ലു കെ വികാസ് കെ ലിയെ, ഗുല്ലുവിൻ്റെ വികാസത്തിന് ഹാനികാര ഹോ സക്താ ഹേ, വളരെ ഹാനികാരകമാണ് എന്നാണ്. ക്യോംകി, എന്തുകൊണ്ടെന്നാൽ ഖേൽന, കളിക്കുക എന്നുള്ളത്, ബച്ചോംകി ശാരീരിക മാനസിക ഒരു സാമാജിക വികാസ് കെ ലിയെ, ശാരീരികവും മാനസികവും സാമൂഹ്യ വികാസത്തിന് ആവശ്യ ഹേ എന്നാണ് നമ്മളതിലൂടെ മനസ്സിലാക്കുന്നത്. അടുത്തതായി നാലാമത്തെ ക്വസ്റ്റ്യൻ: കേശവ് ഐസാ സപ്പന, അങ്ങനെയുള്ള സ്വപ്നങ്ങൾ ക്യോം ദേഖ്താ ഹോഗ, എന്തുകൊണ്ടായിരിക്കും കണ്ടിരിക്കുക എന്നുള്ളത്. ആൻസർ: കേശവ്ക്ക് മൻമേം ക്രിക്കറ്റ് ഖേൽനേക്ക് തീവ്ര ഇച്ഛാ ഹെ, കേശവിൻ്റെ മനസ്സിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ കൈ ബാർ അപ്പനെ മാതാപിതാസെ, ഒരുപാട് പ്രാവശ്യം തൻ്റെ മാതാപിതാക്കളോട് ബല്ല ഓർ ബാൾ ഖരീദ് ദേനേക്ക, ബാറ്റും ബോളും വാങ്ങിത്തരുവാനുള്ള ഇച്ഛ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ലേക്കിൻ എന്നാൽ വേ ഉസേ ഡബട്ട്, അവൻ ശകാരിക്കുന്നു, ദിയെ, അവനെ ശകാരിക്കുന്നു. ഉസ്കി ദബി ഹുയി ഇച്ഛാവും, അവനിൽ അടങ്ങിയിരിക്കുന്ന ആഗ്രഹങ്ങളുടെയും ആകാംക്ഷകളും കൊണ്ടാണ് സേ സപ്പന ദേഖ്താഹെ, അവൻ എന്ത് ചെയ്യുന്നത്, സ്വപ്നം കാണുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചലോ യാർ കാം ബൻ ഗയ ക്യാ ലഡ്കോം കാ യഹ് വ്യവഹാർ, കുട്ടികളുടെ ഈ പെരുമാറ്റം, വ്യവഹാർ ഉചിത് ഹേ, ശരിയാണോ? ക്യോം, ചലോ യാർ കാം ബൻ ഗയ എന്ന കുട്ടികളുടെ ഈ പെരുമാറ്റം ശരിയാണോ? ആൻസറിലേക്ക് പോകാം. ലഡ്കെ ദോ ടീമോമേം ബാണ്ട്, കുട്ടികൾ 2 ടീമുകളായി തിരിഞ്ഞ് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങി. തബ് ബാൾ പാസ് കി നിർമ്മാണാധീന ഏക്ക് 3 മൻസിൽ, നിർമ്മാണത്തിലിരുന്ന ഒരു 3 നിലയുടെ ഇമാരത്തിക്ക് ചതുപ്പ്, കെട്ടിടത്തിൻ്റെ
മുകളിൽ ചത്തുപ്പർ ചലിയുകൈ പോയി. വഹാം തക്ക് അവിടം വരെ ചടിന കയറുക മുഷ്കിൽ ധ വളരെ പ്രയാസം, അവിടേക്ക് കയറുക വളരെ പ്രയാസമായിരുന്നു. ചത്തുപ്പർ ചടുക്കർ ബാൾ പകടുക്കർ ദേക്കേ ടെറസിൽ കയറിയിട്ട് മുകളിൽ കയറിയിട്ട് ബാൾ പിടിച്ചു നിൽക്കുന്ന കേശവ് കോ ദേക്ക് കേശവിനെ കണ്ടപ്പോൾ സബ് ഖുഷ് ഹോകെ എല്ലാവർക്കും സന്തോഷമായി. ലേക്കിൻ എന്നാൽ വേ കേശവ് കോ നീച്ചെ ആനേക്ക താഴേക്ക് കൊണ്ടുവരാനുള്ള ഇന്തസാർ ഏർപ്പാടുകളൊന്നും നഹീങ്കിയ കേശവനെ താഴെ ഇറക്കാനുള്ള ഏർപ്പാടുകളൊന്നും ചെയ്തില്ല. ഇസ്ലിയെ ഉസ്കാ വ്യവഹാർ അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് എങ്ങനെയല്ല അച്ഛാ നഹീം ഉചിത് നഹീം അവരുടെ പെരുമാറ്റം ഉചിതമായിരുന്നില്ല. അടുത്ത ചോദ്യം യഹാം കേശവയ്ക്ക് പ്രതി കേശവനോട് ലഡ്കേക്ക് മനോവൃത്തിമയായ കുട്ടികളുടെ മനോവൃത്തിയിൽ ഉണ്ടായിട്ടുള്ള പരിവർത്തൻ ആ മാറ്റം കിസ്കി ഓർ സങ്കേത് കർത്താഹെ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്? കേശവ് കെ പ്രതി ലഡ്കോം കെ മനോവൃത്തിമേ ആയ പരിവർത്തൻ കേശവനോടുള്ള കുട്ടികളുടെ മാനസിക വ്യവസ്ഥയിലെ പരിവർത്തനങ്ങൾ ബച്ചോം കെ മനോവിജ്ഞാൻ കെ വികാസ് കുട്ടികളിൽ മനോവിജ്ഞാൻ്റെ വികാസങ്ങൾ മാനസിക വികാസങ്ങളും സഹാനുഭൂതി സഹാനുകമ്പളവും അവർ സമച്ച് തിരിച്ചറിവുകളും അവർ പരോപകാരിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. एक दर्शाता है कि बच्चे समय के साथ अधिक സംവേദനശാല കുട്ടികൾ കാലക്രമത്തോടൊപ്പം കാലക്രമേണ എന്ത് ചെയ്യുന്നു കുട്ടികൾ അധിക കൂടുതൽ ഉത്തരവാദിത്വമുള്ളവരും അവർ എന്ത് ചെയ്ത് സിമ്മേദാർ സംവേദനശീലത എന്ന് സെൻസിറ്റീവും അവർ സിമ്മേദാർ ബൻ ജാത്തേഹയും ഉത്തരവാദിത്വമുള്ളവരുമായി മാറുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊരു ചോദ്യമാണ് അവസാനത്തെ ചോദ്യമാണ് ക്യാപ് ഉദാർക്കർ ഓട്ടോക്കെ ബാഹർ ലഹരാന കിസ്കാ സൂചക ക്യാപ് ഊരി ഓട്ടോയുടെ പുറത്തേക്ക് വീശുക എന്നതിൽ നിന്ന് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ക്രിക്കറ്റ് ബാൾ ലേനേക്കേലി ക്രിക്കറ്റ് ബാൾ എടുക്കാൻ വേണ്ടി കേശവ് ഏക്ക് ഇമാരത്തിക്ക് തീസരി മഞ്ചിൽ പർ ഒരു കെട്ടിടത്തിൻ്റെ 3ാം നിലയിലേക്ക് ജാത്താകെ പോകുന്നു. ലേക്കിൻ എന്നാൽ ഗിർക്കർ വീണ് ഘായൽ ഹോജാത്ത മുറിവേൽക്കുന്നു. തബ് ലഡ്കോങ്കെ മന്മേം അപ്പോൾ ആ കുട്ടികളുടെ മനസ്സിൽ സംവേദന ജാഗൃതിഹേ ഒരു സംവേദന ഒരു മാനസിക അലിവ് ഉണ്ടാകുന്നുണ്ട്. ഉനോനെ അപ്പനെ ക്രിക്കറ്റ് കെ സാമാൻ അവരുടെ ക്രിക്കറ്റ് സാധനങ്ങൾ കേശവ് കോ ദേ ദിയ കേശവിന് നൽകുന്നു. ഉന്മേം ക്യാപ്പ് ഭീത അതിനകത്ത് ക്യാപ്പും ഉണ്ടായിരുന്നു. കേശവ് കെ മന്മേം ദോസ്തി കി ഭാവന ഹി ഹെ കേശവിൻ്റെ മനസ്സ് സൗഹൃദത്തിൻ്റെ ഭാവന വിടരുന്നു. ക്യാപ്പ് ഉദാർക്കർ ക്യാപ്പ് എടുത്ത് അഴിച്ചു അല്ലെങ്കിൽ ഊരി ഓട്ടോയ്ക്ക് ബാഹർ ലഹരാത്ത ഓട്ടോയ്ക്ക് പിന്നാലെ ലഹരാന വീശുക എന്നുള്ളത് കേശവ് ദ്വാര ക്രിക്കറ്റ് ടീമോംകോ കേശവിന് ക്രിക്കറ്റ് ടീമിലുള്ള അൽബിദ എന്ന് വെച്ചാൽ വിടവാങ്ങലാണ് കഹിനെ കാ സൂചകെ അപ്പോൾ വിടവാങ്ങുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ടെസ്റ്റിനുള്ളിലെ ചോദ്യോത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ ഗതിവിധിയുമായി നമുക്ക് കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.